ദൂരെ ദൂരെ ആ ദേശത്ത് ആർക്കും തകർക്കാനാവാത്തൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനുമാകാം. നീ എപ്പോ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. നിനക്ക് വേണ്ടി മാത്രം. ഇവിടെ ജീവനോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എത്ര വലിയ ആർമിയെ കൊണ്ടുവന്നാലും മതിയാവില്ല. ഖാൻസാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വിലപ്പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. ഒരു എൻട്രി ആണ്. എത്ര പേരുണ്ട് സർ? ഒരാൾ. ഇയാളുടെ പേരെന്താ സർ? ദേവരഥ. ഏത് ഗോത്ര? പുറത്തു നിന്നുള്ള. വലിയ കോട്ടകൾ കെട്ടുന്നത് ഭയം കൊണ്ടാണ്. പുറത്തേക്ക് ആര് പോകുന്നുവെന്നല്ല, അകത്തേക്ക് ആര് വരുമെന്ന ഭയം. വേട്ടക്കാരന് വേട്ടമൃഗം കിട്ടാതിരിക്കുന്നതിനേക്കാളും വേട്ടയാടാൻ തന്നെ സമ്മതിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന. സമ്മതിച്ചാ മതിയോ? മതിയടാ. ഇന്ന് ഹണ്ടിങ് സീസൺ ഓപ്പൺ ചെയ്യ്. ഇത് നീ എപ്പോഴാ പറയാൻ പോകുന്നതെന്ന് കാത്തിരിക്കാറുന്നതാ ഞാൻ. ഇങ്ങനെ രാഗിയാൽ തൊലിയിൽ പോറൽ പോലും വീഴില്ല. ചരിച്ചു പിടിച്ച് രാഗ് ഒറ്റ വെട്ടിനെല്ലു മുറിയാണ്. ഖാൻസാർ ചുവന്നെരിയണം. എരിയുന്ന കനലുകൊണ്ടായാലും, ഇവരുടെയൊക്കെ ചോര കൊണ്ടായാലും. കത്തിക്കാളുന്ന തീയിന്റെ ചുവപ്പിനേക്കാൾ കുത്തി ഒഴുകുന്ന ചോരയുടെ ചുവപ്പിനാണ് കൂടുതൽ ഭംഗി. എപ്പോഴെങ്കിലും വേട്ടക്കാരെ വേട്ടയാടുന്നവനെ കണ്ടിട്ടുണ്ടോ നീ? ഇപ്പൊ കാണാം. നിന്റെ അമ്മയുടെ കെട്ടിയവനെത്തിയിട്ടുണ്ടോ? തലകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയത് മതി. എന്റെ കൺമുന്നിലുള്ളതെല്ലാം എനിക്ക് വേണം. ഒരു വശത്ത് അധികാര കസേരയ്ക്ക് വേണ്ടി മുഴുവൻ ഖാൻസാറും യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. മറുവശത്ത് 1000 ശൗര്യാംഗർ അതേ കസേര ചുട്ടുചാമ്പലാക്കാൻ മുന്നേറുന്നു. പക്ഷേ ദേവ,
ആ കസേര ഭരതന് നേടിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ അത് ലഭിക്കാനുള്ള അവകാശം ദേവയ്ക്കുള്ളത്. നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കുട്ടിക്കാലത്ത് നിന്നോട് പറഞ്ഞ ആ കഥ. പേർഷ്യൻ സാമ്രാജ്യത്തിലെ സുൽത്താൻ എത്ര വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. സുൽത്താൻ ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തവൻ, സുൽത്താന്റെ എതിരാളികളെ നിഗ്രഹിക്കുന്നവൻ. അവന്റെ പേര് സലാം.